യേശുവില്ലാത്ത കുടുംബം കുടുംബമാണോ? യേശുവില്ലാത്ത മക്കളാണോ? യേശുവില്ലാത്ത ബന്ധങ്ങൾ ബന്ധമാണോ? യേശുവിനെ പ്രസംഗിക്കാത്ത ശുശ്രൂഷകൾ ശുശ്രൂഷയാണോ? യേശുവിനെ ഉയർത്താത്ത ആരാധനയാണോ? യേശുവിനെ കൂടാതുള്ള ലൈഫാണോ? നീ ഇല്ലാമൽ നാളെല്ലാം നാളാകുമാ, നീ ഇല്ലാമൽ വാഴ്വെല്ലാം വാഴ്വാകുമാ. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാനുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് സമ്മാനം യേശു ആയിരിക്കണം. 25,000 രൂപ കൊടുത്താൽ നല്ലൊരു മെത്ത മേടിക്കാൻ പറ്റുമോ? നല്ലൊരു ബെഡ്, നല്ലൊരു മെത്ത മേടിക്കാൻ പറ്റുമോ? 5,000 രൂപയ്ക്ക് മെത്ത കിട്ടും, 25,000 രൂപയ്ക്ക് മെത്ത കിട്ടും. മേടിച്ചൂടെ? പക്ഷെ 5,000 രൂപയ്ക്ക് മേടിച്ച മെത്തയാണെങ്കിലും 25,000 രൂപയ്ക്ക് മേടിച്ച മെത്തയാണെങ്കിലും സമാധാനയിലെ എങ്ങനെ ഉറങ്ങും? ഉറക്കം ദൈവം തരണ്ടേ? വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കി ഒത്തിരി ആഹാരങ്ങളുണ്ട്, അതും ഇതും ഒക്കെ ഉണ്ട്, 4-5 വേലക്കാരൊക്കെ ഉണ്ട് വീട്ടില്. പക്ഷെ ആ വീട്ടിലൊന്നും അടിയും വഴക്കും പ്രശ്നമാണെങ്കിൽ വെച്ചുണ്ടാക്കിയ ആഹാരം എങ്ങനെ കഴിക്കും? വിവാഹം വേണമെങ്കിൽ ഇന്ന് ഒത്തിരി കാര്യങ്ങൾ വിവാഹ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ മനുഷ്യരുടെ ആർഭാടങ്ങൾ കാണിക്കാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇനി നിങ്ങളുടെ മകന്റെ കല്യാണം വിമാനത്തിനകത്ത് ഫ്ലൈറ്റിനകത്ത് വെച്ച് കല്യാണം നടത്തിയാലും നല്ലൊരു കുടുംബജീവിതം ദൈവം തരണ്ടേ? ആ കുടുംബജീവിതം സക്സസ് ആകുന്നത് കല്യാണത്തിന് കൊടുത്ത ഭക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലോ വിളമ്പിയ ഭക്ഷണമോ അല്ലെങ്കിൽ വന്ന ആളുകളുടെയോ അനുഭവത്തിലോ അല്ല. പ്രിയപ്പെട്ടവരെ, യേശുവില്ലാത്ത ജീവിതം ജീവിതമല്ല.